ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എത്തിച്ച ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനാണ് മരിച്ചത്. പരിക്കേറ്റ ഒന്നാം പാപ്പാൻ അമൽ ചികിത്സയിലാണ്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അങ്കമാലിയിൽ കിടങ്ങൂരിൽ ആന സമാനമായ രീതിയിൽ അവിടെ വിഷ്ണു എന്ന് പറയുന്ന ഒരു യുവാവിനെ കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ ഇരിങ്ങാലക്കുടയിലും മറ്റൊരു ആന ഇടഞ്ഞ ഒരു സംഭവം കൂടി വരികയാണ്. നടരാജ് പരശുരാം ചേരുകയാണ് വിവരങ്ങളുമായി. നടരാജ്, ഈ ആനയെ തളച്ചിട്ടുണ്ടോ? എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? 12 മണിയോടുകൂടിയാണ് സംഭവം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഇന്നലെ ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. ഇന്നലെ വൈകിട്ട് എഴുന്നള്ളത്തിനിടെ ആന ചെറിയ രീതിയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ തന്നെ ആനയെ ഉത്സവത്തിൽ നിന്ന് മാറ്റി പ്രദേശത്തുള്ള ഒരു പറമ്പിൽ തളച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ പറമ്പിലാണ് ഇന്ന് അല്പസമയം മുമ്പ് ആന അക്രമാസക്തനാവുകയും പാപ്പാമാരെ ആക്രമിക്കുകയും ചെയ്തത്. ഈ ആനയുടെ പേര് വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ്. ഈ ആനയാണ് ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം നടന്ന രാത്രി വിളക്ക് എഴുന്നള്ളിപ്പിടെ ഇതേ ആന ചെറിയ രീതിയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. ആ സമയത്ത് കൂടെ നടന്നത് 2 പേർ, ആനയുടെ കൂടെ 2 പേർക്ക് പരിക്കേൽക്കുകയും മറ്റും ചെയ്തിരുന്നു. ഉടൻ തന്നെ ആനയെ നിയന്ത്രിച്ച് ദേവസ്വത്തിന്റെ പറമ്പായ കൊട്ടിലായ്ക്കൽ പറമ്പിൽ തളയ്ക്കുകയായിരുന്നു. ഇന്ന് അവിടെ വെച്ച് വീണ്ടും പാപ്പാമാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ആന ഇടയുന്ന കാര്യത്തിലേക്ക് പോവുകയായിരുന്നു. പാപ്പാമാരായ അമൽ 28 വയസ്സുണ്ട്, ശ്രീകുട്ടൻ 25 വയസ്സ്. ഇവരെയാണ് ആന ആക്രമിച്ചത്. ഇവരെ ആശുപത്രിയിൽ ആനയുടെ ആക്രമണത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നെഞ്ചിൽ ചവിട്ടേറ്റ രണ്ടാം പാപ്പാൻ ശ്രീകുട്ടൻ മരിക്കുകയായിരുന്നു. ഒന്നാം പാപ്പാൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. ജനങ്ങൾ വലിയ രീതിയിൽ ഭീതിയിലായിരുന്നു. ആനയെ കെട്ടിയിട്ടിട്ടുണ്ട്. പ്രദേശത്ത് പോലീസും RRT ഉൾപ്പെടെയുള്ളവരുണ്ട്. തളച്ച ആനയാണ് അക്രമാസക്തനായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആനയ്ക്ക് സമീപം പാപ്പമാരുണ്ടായിരുന്നപ്പോൾ ആക്രമിക്കുകയായിരുന്നു. പ്രദേശത്തെ ഷെഡും ഷീറ്റും ഒക്കെ തന്നെ ആന തകർക്കുന്ന സാഹചര്യവും ഉണ്ടായി. രാവിലെ അങ്കമാലിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ ഇരിങ്ങാലക്കുടയിലും ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. പാപ്പാനെ ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു.